തുരുത്ത് പച്ചപ്പിന്റെ ഷാളിൽ മുടിയ പാറപ്പുറത്ത് വിരിഞ്ഞ പുഷ്പം. ഏഷ്യയിലെ നമ്പർ 1 ഡ്രൈവിംഗ് ബീച്ച് കൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തലശ്ശേരിയുടെ സൗന്ദര്യം കാണിക്കണമെങ്കിൽ നിങ്ങൾ മുഴപ്പിലങ്ങാട് വാ. അടിപൊളി യൂറോപ്യൻ സ്റ്റൈലിൽ നടപ്പാത ഒരുക്കിയിട്ടുണ്ട്. ആളുകൾ ഐസ്ക്രീമിൽ നിന്ന് പേപ്പറിലൂടെ കൊണ്ടുവരുന്നുണ്ട്. മുഴപ്പിലങ്ങാട് ക്ലീൻ. നമ്മുടെ മുഴപ്പിലങ്ങാട് ബീച്ച് തലശ്ശേരിയിൽ നിന്ന് ഏകദേശം 7 കിലോമീറ്റർ ദൂരത്ത്. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ 3-4 വഴികളുണ്ട് ബീച്ചിലേക്ക്. ടൈഡൽ ചാനൽസ്, കടലിൽ നിന്നുള്ള കൈവഴികളാണ്. എ വെരി നൈസ് തുരുത്ത് പച്ചപ്പിന്റെ ഷാളിൽ മുടിയ പാറപ്പുറത്ത് വിരിഞ്ഞ പുഷ്പം. തെങ്ങുകളിലും പുഴയിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞു കിടക്കുന്നില്ല, അത് അതിൻ്റെ തിരയുടെ സംഗീതമൊക്കെ എടുക്കുന്നതാണ്. മുഴപ്പിലങ്ങാട് തുരുത്ത് വൈകുന്നേര കാഴ്ച, സായാഹ്ന കാഴ്ച. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തി. വാട്ട് എ വ്യൂ. സാഗരങ്ങളെ പാടി പാടി ഉണർത്തിയ സമഗീതമേ സാമസംഗീതമേ സാഗരങ്ങളെ. നമ്മുടെ മുഴപ്പിലങ്ങാട് ഇത് ഏഷ്യയിലെ നമ്പർ 1 ഡ്രൈവിംഗ് ബീച്ച് അല്ല, ഇത് ഏഷ്യയിലെ നമ്പർ 1 ഡ്രൈവിംഗ് ബീച്ച് കൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫുട്ബോൾ കളിക്കുകയാണ്. പിന്നിലാവിൻ്റെ പിച്ചകപ്പൂക്കൾ ചിങ്ങിയ ശയ്യാതലത്തിൽ കാതരയാം ചന്ദ്രലേഖയും ഒരു ശോണരേഖയായി മാറുമ്പോൾ. തലശ്ശേരിയുടെ സൗന്ദര്യം കാണിക്കണമെങ്കിൽ നിങ്ങൾ മുഴപ്പിലങ്ങാട് വാ. വാട്ട് എ ബ്യൂട്ടി. ആകാശവും തലശ്ശേരി കടലും ഒന്നിക്കുന്ന ദൃശ്യം, വശ്യമനോഹര ദൃശ്യം. അങ്ങ് ദൂരെ തുരുത്ത്. ദൂരെ മാമലയിലെ പൂത്തൊരു ചെമ്പകത്തിൻ പൂവാകിനുള്ളി പൂമാല കോർക്കുന്നതാരോ. റിഫ്രഷ്മെൻറ്റിനുള്ള സൗകര്യങ്ങളുണ്ട് ഇവിടെ, ചായകൾ, കടികൾ. 4 kilometers, Asia's longest driving beach. Long way to go. Enjoy your evenings. ഇത് ഒരു യാത്രയല്ല, ഓർമ്മയിൽ പതിഞ്ഞ സഞ്ചാരപഥം. ലോകത്തിലെ ഏറ്റവും മികച്ച 6 ഡ്രൈവിംഗ് ബീച്ചുകളിലൊന്നായ മുഴപ്പിലങ്ങാട് ബീച്ച്. ഇവിടെ തിരയും കാൽപാദങ്ങളും ചക്രങ്ങളും ഒന്നിക്കുന്ന അത്ഭുതകരമായ കാഴ്ച. Wheels on the waves, not just a drive, but a memory on the move. Where the sea becomes your road and the sky your only roof. ഇതൊരു നോർമൽ ഡ്രൈവിംഗ് ബീച്ച്. ഇവിടെ മാറ്റങ്ങൾ വന്ന സ്ഥലത്തിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങോട്ട് വരൂ, മുഴപ്പിലങ്ങാട് വരൂ. കയറിനടുത്ത് ചായക്കടികളെല്ലാം ഉണ്ട്. കേരളത്തിൻ്റെ തനിമ. പുറകിൽ കേരള തനിമയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഴപ്പിലങ്ങാടിൻ്റെ വിപുലീകരിച്ച മാറ്റങ്ങൾ വരുത്തിയ ദൃശ്യസുന്ദരമായ കാഴ്ചകളിലേക്ക് സ്വാഗതം. അവിടെവിടങ്ങളിൽ വഴിയോര കച്ചവടങ്ങളുണ്ട്. വാട്ട് എ ബ്യൂട്ടി. ഡ്രൈവിംഗ് ബീച്ചിൻ്റെ അതിലൂടെ ഇങ്ങനെ വാഹനങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ആളുകൾ കടലിൽ ആനന്ദിക്കുന്നു. ചെറിയ ചാറ്റൽ മഴയുണ്ട്. ആസ്വാദ്യകരമായ ഒരു ഈവനിങ്. അതൊക്കെയാണ് ഇവിടെ ചെയ്ത വർക്കുകൾ. ഇരിപ്പിടങ്ങൾ, ഭക്ഷണശാല, കുട്ടികളുടെ കളിയിടം, ഗോഡ്സ് ഓൺ കൺട്രി കോമന്റ്. നല്ല അടിപൊളി യൂറോപ്യൻ സ്റ്റൈലിലല്ലേ നമ്മൾ ഈ നടപ്പാതയെല്ലാം ഒരുക്കിയിരിക്കുന്നത്. അടിപൊളി യൂറോപ്യൻ സ്റ്റൈലിൽ നടപ്പാത ഒരുക്കിയിട്ടുണ്ട്. എന്താണ് കാഴ്ച.
വാട്ട് എ ബ്യൂട്ടി, വെരി നൈസ്. നമ്മുടെ റിയാദിലെ യുവോക്കിലൊക്കെ ഒരുക്കിയുള്ള സംഭവങ്ങളല്ലേ. മുഴപ്പിലങ്ങാട്, നമ്മുടെ മുഴപ്പിലങ്ങാട് മാറി മാറി. മാറിയ മുഴപ്പിലങ്ങാട്, മാറിയ തലശ്ശേരി. കുട്ടികൾ കളിക്കാനുള്ള സൗകര്യങ്ങൾ. ഇനി എന്താണ് വേണ്ടത്? സൂര്യാസ്തമയത്തിനോടടുക്കുന്നു. ഇവിടെ വൃത്തിയിൽ സൂക്ഷിക്കുക എന്നുള്ളൊരു കാര്യമാണ്. നമ്മൾ മറ്റുള്ള വിദേശ യൂറോപ്യൻ കൺട്രിയുടെ അപേക്ഷിച്ചിട്ട് വേസ്റ്റുകൾ ഇടുന്ന ഒരു സംഭവം ആണ് ഒഴിവാക്കേണ്ടത്. അതെല്ലാം കണ്ടില്ലേ, കവറ്. ആളുകൾ ഐസ്ക്രീമിൽ നിന്ന് പേപ്പറിലൂടെ കൊണ്ടുവരുന്നുണ്ട്. ഇതൊക്കെയാണ് വി ഹാവ് ടു അവോയ്ഡ് ദിസ്. ഇതൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഓരോ ടൂറിസ്റ്റിൻ്റെയും ഉത്തരവാദിത്വം. ഓരോ മലയാളിയുടെയും വിദേശത്ത് നിന്ന് വരുന്നവരുടെ ആളുകളെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. മെയിനായിട്ട് കീപ് മുഴപ്പിലങ്ങാട് ക്ലീൻ. ഇരിക്കാനുള്ള സൗകര്യങ്ങൾ. കിഡ്സ് ആർ ഹാപ്പി, ദേ ആർ എൻജോയിങ്. വെള്ളത്തിൽ കളിച്ച് എൻജോയ് ചെയ്യുന്നുണ്ട്. നടക്കുന്നതിൽ ഇടയ്ക്കിടെ ഈ കടൽ വന്ന് കാണാൻ എന്ത് രസമാണ്. അപ്പോൾ ഇപ്പോൾ വളരെ മനോഹരമായിരിക്കുന്നുണ്ട്. നമ്മൾ അതിനെ വൃത്തിയിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ്. The sea and the waves together brings peace along this path, a moment that opens the heart. കിഴക്ക് പടിഞ്ഞാറേ ചക്രവാളം ചുവന്ന് തുടുത്തു നിൽക്കുന്ന കാഴ്ച. See the sea wait for the sky at every horizon. The sky leans softly into the sea's embrace. തിര ഇങ്ങനെ ചലിക്കുന്നില്ലായിരുന്നുവെങ്കിൽ, തിര കുറച്ച് സമയം ചലിക്കാതിരുന്നാൽ ഇനിയും ആകാശമായി തോന്നിയേനെ. See the tides rise to gently caress the sky, kissing it with waves of eternal love. ആകാശത്ത് ചുവപ്പുമായിരുന്നു. Children laugh, families stroll. ഇതിലൂടെ കയറി വരെയല്ലേ. സൂര്യകിരീടം രാവിൽ മുഴപ്പിലങ്ങാട് ബീച്ചു. പിഞ്ചുകുട്ടികളുടെ ആനന്ദത്തിൻ്റെ കളകളാശബ്ദം. അഴകിൽ കോതിയ മുടിയിൽ തിരുകി പനിനീർ കാറ്റും. നിങ്ങളുടെ വൈകുന്നേരങ്ങൾ ആനന്ദകരമാക്കാൻ ഇവിടെ ബാത്റൂം സൗകര്യങ്ങളുണ്ട്. ഇങ്ങനെയൊന്നും അല്ലടാ. എടേ, ഇത് നമുക്കിന്ന് പോണ്ടേ? തിരമാലകളുടെ മൃദുസ്പർശം ഇളങ്കാലുകളിൽ ഇക്കിളി കൂട്ടുമ്പോൾ കുഞ്ഞുങ്ങളുടെ ആഹ്ലാദം മലതല്ലുന്ന തിരകളോടൊപ്പം
അന്തരീക്ഷത്തിൽ നൃത്തം ചെയ്യുന്ന കാഴ്ച. Oh, what a view. സൂര്യൻ അസ്തമിച്ചതിൻ്റെ സമയം. And above it all the sky shines pure blue. Only you can see in Muzhappilangad. It's Muzhappilangad magic. വാക്വേയുടെ ഓരം ചേർന്ന് വിരിച്ച മനോഹരമായ പച്ചപ്പരവതാനി. നിൻകഴൽ തൊടും മൺതരികളും മംഗള നീലാകാശവും. എന്ത് രസാലേ നമ്മളെ മുഴപ്പിലങ്ങാട്, നമ്മുടെ ശരി. സൗന്ദര്യമുള്ള പ്രകൃതിയെ കൂടുതൽ സൗന്ദര്യദായകമാക്കാൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ അനന്തവിദൂരമായ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്ന സർക്കാരിന് അഭിനന്ദനങ്ങൾ. ലോകം മാറുമ്പോൾ കാലത്തിനനുസരിച്ച മാറ്റം. നമ്മളെ തലശ്ശേരി മാറിയടോ. ഒരു കിലോമീറ്ററിലധികം നടന്നു എന്നാണ് തോന്നുന്നത്. ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി. ഇടവിട്ട് ബാത്റൂമുകൾ സൗകര്യങ്ങളുണ്ട്, റെസ്റ്റ് ഹൗസുകളുണ്ട്. എല്ലാം ബാത്റൂമെല്ലാം വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും കടമയാണ്. വൃത്തികേടാക്കരുത്. വൃത്തിയല്ല അത് നിവൃത്തിയില്ല. കീപ് മുഴപ്പിലങ്ങാട് ക്ലീൻ, കീപ് തലശ്ശേരി ക്ലീൻ, കീപ് കേരള ക്ലീൻ. താങ്ക് യു. ഓരോരുത്തരും സ്വയം അത് ഏറ്റെടുത്താൽ നമ്മുടെ നാട് വൃത്തിയായി നിൽക്കും. വൃത്തിയല്ല അത് നിവൃത്തിയില്ല. സ്വർണ്ണതീരത്ത് വാഹനചക്രങ്ങൾ താളാത്മകമായി കറങ്ങിക്കൊണ്ടിരിക്കുന്നു. നീലാകാശത്തിൻ്റെ കീഴിൽ ഒരു ഉദ്യാന സ്വപ്നം പോലെ. വാട്ട് എ ബ്യൂട്ടി. മുഴപ്പിലങ്ങാട് സുന്ദരിയായി. മുഴപ്പിലങ്ങാട് കടൽപ്പുറം സൗന്ദര്യം. മെയിൻ റോഡിൽ നിന്ന് തലശ്ശേരി കണ്ണൂർ റൂട്ടിൽ നിന്ന് മുഴപ്പിലം കാണുന്നത് ഇതിൻ്റെ അകത്തോട്ടേക്കുള്ള ഒരു വഴിയാണിത്. നമ്മൾ വന്ന അപ്പുറത്ത് വേറൊരു വഴി. ഇവിടെ വഴിയോര കച്ചവടങ്ങൾ തകൃതിയായി നടക്കും. ഫെസ്റ്റ് ആൻഡ് ഫൺ. അതിനിടയിൽ കാർണിവലുണ്ട്. റൈറ്റിൽ പോട്ടെ, മേലോട്ടെ ബീച്ചിലൂടെ പോകണം. നോട്ട് ഇനഫ് മോർ. കടലും ആകാശമൊന്നും ഇപ്പം കാണാനില്ല. അവിടെ ഇരുടാണ്. ഇപ്പോൾ ഉള്ളത് ഡെവലപ്പ് ചെയ്ത ഏരിയ. ഒരുപാട് വണ്ടികൾ പല സ്ഥലങ്ങളിൽ നിന്ന്. കർണാടക, നമ്മുടെ നാട്ടിലെ ആൾക്കാർ എല്ലാം എത്തിയിട്ടുണ്ടാവില്ല, പക്ഷേ ഇത് കർണാടകയിൽ നിന്നുള്ള ആൾക്കാർ എത്തി. തിരുവനന്തപുരം, ഗോവ,
ഇവിടെ നിന്നൊക്കെ ആളുകൾ മുഴപ്പിലങ്ങാട് ഗോവൻ്റെ വണ്ടി കണ്ട് നമ്മൾ തിരുവനന്തപുരം വണ്ടി കണ്ടു, കർണാടക വണ്ടികൾ ഒരുപാടുണ്ട്. എന്നിട്ട് നമ്മളെ നാട്ടുകാർ വന്നിട്ടില്ലെന്ന് പറയുമ്പോൾ മോശം, എല്ലാവരും വരാത്തവരും വന്നോളേ. എന്താ ഒരു കടൽക്കാറ്റില്ലേ, കടൽക്കാറ്റ്, ഒരു രാത്രി കാല ദൃശ്യം. കടല് തിര ചെറുങ്ങനെ കാണുന്നുണ്ട്, ബാക്കിയൊക്കെ ഇരുടാണ്. ഇങ്ങോട്ട് ഇവിടെ ഈ വിളിച്ച ഒരു 10 മണി വരെ ഉണ്ടാവും. ജനറേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. ഫുൾ ഫ്ലഡ്ജായിട്ട് ഒരു മാസം കഴിഞ്ഞാൽ സെറ്റായി വരും. എന്ത് രസാ തിരമാലകൾ. വാട്ട് എ ബ്യൂട്ടി തിരകൾ. അങ്ങോട്ടേക്ക് ഒരു ലൈറ്റ് കൊടുക്കണം അല്ല ശരിക്കും. ആളുകളെല്ലാം പോയോണ്ട് ഈ കടല തിരകൾ ഇങ്ങനെ ഒന്ന് സ്വതന്ത്രമായിട്ട് ശ്വാസം കഴിക്കാൻ. തമിഴ്നാട് വണ്ടികളെല്ലാം വന്നിട്ടുണ്ട്. ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ച് എന്ന് പറയുമ്പോൾ തന്നെ ഇത് ഫേമസ് ആയി. ഇപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഫെസിലിറ്റി സൗകര്യങ്ങൾ വന്നോട് കൂടിയിട്ട് മോതിരത്തിൻ്റെ മുകളിൽ കല്ല് വെച്ച പോലെ ഇല്ല. മാറിയ തലശ്ശേരി, മാറിയ കേരളം. ഡ്രൈവിംഗ് ബീച്ച് വളരെ ലോങ്ങിലുണ്ട്. തിരകളെ ഞങ്ങൾ പോവുകയാണ്. വെള്ളത്തിൽ കളിക്കുക, കുളിക്കുക ഒന്നും ചെയ്യില്ല. അവിടെ നിന്ന് മുങ്ങിപ്പൊങ്ങ. മിന്നടിച്ച ഹോഴ്സ് റൈഡിങ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് കുതിരണ്ടല്ലോ. ഇത് പോക്കാ വഴി, ദുർഘടം പിടിച്ച പാതകൾ. നമ്മളിങ്ങോട്ട് കാലിതാ തിരിച്ചു പോകുമ്പോൾ നമ്മൾ കുറച്ചധികം അടുത്തോട്ടേക്ക് കയറിപ്പോയി പൂഴിയിലേക്ക്. അത് ശ്രദ്ധിക്കണം എല്ലാവരും, 2 വീലിൽ വരുന്ന ആൾക്കാർ. വീണില്ല, സേഫായി. കടലാനന്ദത്തിന്റെ ആനന്ദസാഗരം. ഗുഡ് ബൈ കടൽ. Subscribe to my channel.